ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ സഞ്ജയ ചിന്മയ ഗോവിന്ദ മന്മഥ മനോരമ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഒരു ദിവസം യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ഈ വൈവസ്വത മനുവിൻ്റെ കഥ കേട്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. വിവാസ്വാൻ്റെ പുത്രനായിട്ടാണ് വൈവസ്വതൻ ജനിച്ചത്. ജനിച്ചപ്പോൾ തന്നെ അപാര പണ്ഡിതനും വലിയ പ്രഭാവശാലിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊന്നും പോരാ. ഇതല്ല ജീവിതം. ശാശ്വതമായ ആനന്ദം എന്താണെന്ന് അനുഭവിച്ചറിയണം എന്നും പറഞ്ഞിട്ട് വൈവസ്വതൻ തപസ് തുടങ്ങി. ബദരീകാശ്രമത്തിലെ ചിരിണി നദിയുടെ കരയിൽ ഒരാശ്രമം കെട്ടി അവിടെ ഇരുന്നാണ് തപസ് ചെയ്ത് ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം നദിയിലിറങ്ങി കുറച്ച് വെള്ളം കയ്യിലെടുത്തപ്പോൾ അതിൽ ഒരു മത്സ്യം അകപ്പെട്ടു. ആ മത്സ്യത്തിനെ കളയാൻ പോയപ്പോൾ മത്സ്യം സംസാരിക്കാൻ തുടങ്ങി. അത്ഭുതമായിരിക്കണു. മത്സ്യം പറയാണ്, മഹർഷേ, ഞാനൊരു ചെറിയ മത്സ്യം. എന്നെ ഇതിലുള്ള വലിയ മത്സ്യങ്ങൾ പിന്നെ അങ്ങ് എന്നെ രക്ഷപ്പെടുത്തണമെന്ന്. അലിവ് തോന്നിയ മഹർഷി തൻ്റെ കമണ്ടുവിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൽ മത്സ്യത്തിനെ ഇട്ട് കൊണ്ടുപോയി ആശ്രമത്തിൽ വെച്ചു. 1-2 ദിവസം കൊണ്ട് കമണ്ടുവിൽ നിറഞ്ഞു കവിഞ്ഞു. ഇവിടെ ഇരിക്കാൻ വയ്യ. അപ്പോൾ അടുത്തൊരു കുളമുണ്ട്. മഹർഷി അവിടെ കൊണ്ടുവിട്ടു. 2 ദിവസം കഴിഞ്ഞ് കുളത്തിൽ നിറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവിടെ കിടന്ന് നിലവിളിക്കുക. അവിടുന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോയി ഗംഗാ നദിയിലിട്ടു. അതാകുമ്പോൾ വിശാലായില്ലോ. എവിടെയാ? 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗംഗാ നദിയിൽ നിറഞ്ഞു. മുനിയോട് പറയാണ്, എനിക്കിവിടെ തങ്ങാൻ പറ്റണില്ല, എന്താ വേണ്ടേ? അപ്പം മുനി പറഞ്ഞു, അങ്ങ് സാധാരണ മത്സ്യമല്ല എന്ന് എനിക്ക് മനസ്സിലായിക്കണു. അങ്ങ് സംസാരിക്കണു. 2 നിമിഷം കൊണ്ട് വളർന്ന് വലുതാവണു. ഇത് സംഭാവ്യമല്ല. അതുകൊണ്ട് അങ്ങ് ആരാണ് എന്ന് എന്നോട് ശരിയായ ഉത്തരം പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മത്സ്യം പറയാണ്, അടുത്ത് തന്നെ പ്രളയം ആരംഭിക്കും. ലോകത്തിൽ സർവ്വജീവജാലങ്ങൾ നശിക്കും. സൂര്യചന്ദ്രന്മാർ വരെ ഇല്ലാണ്ടാവും. അങ്ങ് ഇന്ന് തന്നെ ഒരു വലിയ തോണിയിൽ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും ബീജങ്ങൾ ശേഖരിച്ച് ആ തോണിയിൽ കയറിയിരിക്കൂ. ആ പ്രളയജലത്തിൽ തോണി സഞ്ചരിക്കട്ടെ. കൂറ്റാക്കൂറ്റി ഇരുട്ടായതുകൊണ്ട് അങ്ങക്ക് വെളിച്ചം പകരാനായിട്ട് സപ്തഋഷികൾ ആ തോണിയിൽ വന്ന് കയറിക്കോളും. തോണി അങ്ങനെ സഞ്ചരിക്കവേ കാറ്റും മഴയും കൊണ്ട് ആടി ഉലയാൻ തുടങ്ങുമ്പോൾ ഞാൻ വലിയ ഒരു മത്സ്യമായിട്ട് അങ്ങയുടെ അടുത്തെത്തും. എൻ്റെ തേറ്റയിൽ അങ്ങ് ആ തോണിയെ കെട്ടു. പിന്നീട് പ്രളയജലം ഇറങ്ങുമ്പോൾ തോണിയെ അങ്ങ് എവിടെങ്കിലും സുസ്ഥിരമായ സ്ഥലത്ത് ബന്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് മത്സ്യം പറഞ്ഞു, ഞാൻ സാക്ഷാൽ നാരായണനാണ്. മഹർഷിക്ക് സന്തോഷമായി. സാക്ഷാൽ നാരായണനെ നേരിട്ട് കണ്ടു. ഭഗവാൻ പറഞ്ഞതുമാതിരി മഹർഷി തോണി അതിൽ ലോകത്തിലെ സർവ്വ ബീജങ്ങളും സംഭരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി. നിർത്താത്ത മഴ. ജലം ഉയരാൻ തുടങ്ങി. പ്രളയജലം അങ്ങനെ പൊന്തി പൊന്തി വരിക. തോണിയിൽ മഹർഷി അങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങുന്നുണ്ട്. കൂറ്റാക്കൂറ്റിരുട്ട്. ഭഗവാൻ പറഞ്ഞതുമാതിരി സപ്തഋഷികൾ വന്ന് തോണിയിൽ കയറി. തോണി ആടി ഉലയാൻ തുടങ്ങി. ആ വലിയ മത്സ്യം, ഭഗവാൻ പ്രവചിച്ച ആ വലിയ മത്സ്യം തോണിയുടെ അടുത്തെത്തി. വൈവസ്വതൻ അതിൻ്റെ തേറ്റയിൽ തോണിയെ കെട്ടി. അങ്ങനെ വളരെ കാലം
ആ പ്രളയജലത്തിൻ്റെ മുകളിൽ അവരങ്ങനെ സഞ്ചരിച്ചു. മഴയൊക്കെ നിന്നു. പതുക്കെ പതുക്കെ പ്രളയജലം താഴാൻ തുടങ്ങി. പല പർവ്വത ശിഖരങ്ങളും കാണാൻ തുടങ്ങി. ഉടനെ തന്നെ ആ തോണി ഹിമാലയ സാനുവിൽ എത്തി. അവിടെ ആ തോണിയെ വൈവസ്വത മനു കെട്ടി ഉറപ്പിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വൈവസ്വത, ഇനി നിന്റെ കർമ്മം പ്രജകളെ സൃഷ്ടിക്കലാണ്. ഈ ബീജങ്ങളെ ഒക്കെ വിടൂ. എല്ലാം വളർന്ന് വലുതായി ഭൂമി ഫലഭൂയിഷ്ടമാക്കട്ടെ. സൃഷ്ടി വ്യാപാരം കൊണ്ട് അങ്ങയ്ക്ക് ഭ്രമോ ഭ്രന്ഥനമോ ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ആ മത്സ്യം പല ഉപദേശങ്ങളും വൈവസ്വതന് കൊടുക്കാൻ തുടങ്ങി. അതാണ് സുപ്രസിദ്ധമായ മത്സ്യപുരാണം. അങ്ങനെ വൈവസ്വതൻ സൃഷ്ടി ആരംഭിച്ചു. ലോകം പൂർവസ്ഥിതിയിൽ തന്നെ എത്തുകയും ചെയ്തു. മത്സ്യപുരാണത്തിലെ പ്രതിപാദ്യ വിഷയവും ഇത് തന്നെയാണ് എന്ന് മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരന് ആ കഥ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എല്ലാവർക്കും ഭഗവാൻ നാരായണൻ്റെ എല്ലാ അനുഗ്രഹ ആശസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.